പുറത്തേക്ക് പോവാണ്. എല്ലാ സാധനങ്ങളും പാക്കൊക്കെ ചെയ്തു. ഇവിടെ ഇത്, പിന്നെ ചെറിയ ബാഗ്സ്, പിന്നെ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. ഒരു ക്യൂട്ട് സാധനമുണ്ട്, നെക്ക് പില്ലോ, പിന്നെ ജാക്കറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുവാണ്. എവിടെ പോവാനാന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എന്തോ ഒരു ടെൻഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അപ്പം ഞാൻ എയർപോർട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ പോകാൻ പോവാണ്. ഞാൻ എയർപോർട്ട് എത്തിക്കഴിഞ്ഞിട്ട് പറയാം എവിടെയാണ് പോകണേന്ന്. നമ്മൾ എയർപോർട്ടിൽ എത്തി. ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ രണ്ട് ഫ്ലൈറ്റ് കാരണം ഈ സ്ഥലത്ത് പോകാൻ. ഫസ്റ്റ് ഇപ്പം നമ്മൾ പോകുന്നത് കൊച്ചി ടു ഡൽഹിയാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ ലേ ഓവറാണ് 10 hours. അപ്പോൾ 12 മണിക്ക് എത്തി. ഇനി രാത്രി 10 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ അത്രയും നേരം വീണ്ടും ഉള്ളിലിങ്ങനെ ഉലാത്തി നടക്കുവാണ്. ഇവിടെ കണ്ടു 2 ആനയൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു വലിയ ആന ആൻഡ് ഒരു കുഞ്ഞാന. ഗായ്സ്, വി ആർ അറ്റ് തഷ്കെൻഡ്, ഉസ്ബെക്കിസ്ഥാൻ. ഭയങ്കര തണുപ്പാ, ഫ്രീസായി പോണ തണുപ്പ്. മഞ്ഞൊക്കെ വീണെടുക്കേണ്ട, നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് ഒരു സമോസയൊക്കെ മേടിച്ച് കഴിച്ച്, സമോസയല്ല സംസം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. റൂമൊക്കെ പൂട്ടി. അപ്പം ഇന്നലെ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ റൂമിലെത്തി കിടന്നുറങ്ങി. ഇപ്പോൾ അത് ഞങ്ങളിവിടെ പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് ഫുള്ള് മഞ്ഞൊക്കെ വീണെടുക്കുക. അപ്പം ലിഫ്റ്റ് കയറി നമ്മൾ താഴേക്ക് പോകാൻ പോവാം. അപ്പോൾ ഇന്നലെ വന്നു കഴിഞ്ഞ് പിന്നെ കിടന്നപ്പം തന്നെ ഉറങ്ങി. കൂടുതലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോകും. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റായിട്ടാണ് പോകണത്. ഫുൾ മഞ്ഞൊക്കെ ആയതുകൊണ്ട് പുറത്ത് നിൽക്കാൻ പറ്റാനുള്ള നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. നമുക്കിതൊന്നും പറ്റാത്ത പോലെ ഉണ്ട് തണുപ്പിന്. കുഴപ്പമില്ല. ഇവിടെ കണ്ടോ, നല്ല രസമുള്ള ബിൽഡിങ്. അതേ ഫുൾ ക്രിസ്മസിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത്, ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങളല്ല. അപ്പോൾ ഇത് ഇവിടേക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എയർപോർട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ താമസിച്ച ഹോട്ടൽ ഇതാ, ദിവ ഹോട്ടൽ. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. ഇപ്പം ഞങ്ങൾ നടന്നു പോകാനാണ് വിചാരിക്കണേ. ഇവിടെ മരമൊക്കെ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കണേ. ഇതെന്താ ഇവിടെയൊക്കെ കുറച്ച് ചെളി പിടിച്ച് കട്ടയായ മഞ്ഞൊക്കെ ഉണ്ട്. എനിക്കൊന്നും നേരത്തെ വീണതാന്ന് തോന്നുന്നു. അപ്പം ഇന്ന് വെതർ നോക്കിയപ്പം ഇന്ന് മഞ്ഞ് പെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. ഇന്ന് സ്നോ ചെയ്യുന്ന 20-ാം തീയതി ഇന്നല്ലേ. അപ്പം ഇന്ന് 20-ാം തീയതി, നാളെ ചെക്കൗട്ട്. അപ്പം നമ്മൾ 2 ദിവസം, ഇത് തഷ്കെൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ്, 2 ദിവസം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. നമ്മളപ്പോൾ ഇങ്ങനെ നടന്ന് പോണ വഴിക്ക് ഇതേ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. നോക്ക്, ഇതിൻ്റെ മുകളിൽ വരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ടൈൽസാണ് ഒട്ടിച്ചേക്കണേ, സെറാമിക് പോലെ. നല്ല രസമില്ലേ കാണാൻ? ഇവിടെ മൊത്തം നല്ല രസമുണ്ടല്ലേ. ആ മഞ്ഞൊക്കെ വാരാൻ തോന്നുന്നു. നേരെ നടക്കായിരിക്കുമല്ലോ, പക്ഷെ തെന്നി വീഴുമോ? കാരണം കുറേയൊക്കെ കട്ടിയായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. നേരെ നടക്കാൻ പറ്റിയാൽ നല്ല രസമായിരിക്കും അല്ലേ. ഏത് ഇതിൽ കൂടിയാ, മഞ്ഞിക്കൂടിയാ? തെന്നി വീണാ നമ്മൾ മാത്രം നടുക്കങ്ങനെ വീണ് കിടക്കും, എല്ലാരും കാണും. അവിടെ എന്തോ അറ്റത്തൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. അവിടെ അറ്റത്തൊരു പാർക്ക് പോലെ ഉണ്ട്. ഔട്ട്
എനിക്ക് ആ മഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം കിട്ടി, മറ്റേ പൈനിൻ്റെ സാധനം. നല്ല രസമുണ്ട്, എനിക്ക് ഇട്ടുകൊണ്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഇനി ഇത് പിടിച്ച് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ അത് വേണ്ടെന്ന് വെക്കുവാണ്. നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് മെട്രോയിലേക്ക് പോവാം, അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ. എന്നിട്ട് മെട്രോ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതാണ് അണ്ടർഗ്രൗണ്ട് മെട്രോയിലേക്കുള്ള വഴി. നമ്മൾ അതിങ്ങനെ നടന്ന് ഇറങ്ങണം. ഇത് ഭയങ്കര രസമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. അതെ, ഇത് ഭയങ്കര ചീപ്പസ്റ്റ് ആണെന്നാണ് കേട്ടേക്കണേ. അതായത് ബാക്കി ഏത് മോഡ്സ് എടുത്താലും കുറച്ച് പൈസയാവും. അപ്പോൾ മെട്രോ ആണെങ്കിൽ കുറച്ച് നമുക്ക് അഫോർഡബിൾ ആണ്. ഏത് സ്റ്റേഷനിൽ പോകാനാണെങ്കിലും പൈസ സെയിമാണല്ലേ. അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാമല്ലോ എന്താണ് സംഭവം. ചോസു അതല്ലേ ആ ഉണ്ട പോലെ ഇരിക്കണേ, ആ റൗണ്ട് സാധനമാണ് ചോസു. അവിടെ എന്താണ് ഉള്ളത്? എന്താടാ നോക്കണേ മാപ്പിൽ. നമ്മളപ്പം ചോസു ബസാറിലാണ് എത്തിയേക്കണേ. ചോസു ബസാറിൽ പോവാം നമുക്ക്. അവിടെ കുറേ ഇങ്ങനെ എന്താ ഷോപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതാണ് ആ അറ്റത്ത് കാണുന്നത്. അവിടെ ആ ബ്ലൂ കളർ റൗണ്ട് ആയിട്ടിരിക്കുന്നതാണ് ചോസു ബസാർ. നമുക്ക് ആദ്യം അവിടെ പ്ലോവ് കിട്ടും. അതായത് നമ്മുടെ അവിടുത്തെ നല്ല സമയം പുലാവ് ഇല്ലേ, പുലാവ്, അത് ഇവിടത്തെ പ്ലോവ് എന്ന് പറയും. ഉച്ച എത്ര മണി? ഉച്ച 12 മണി. പക്ഷെ ഉണ്ടാക്കണ ഇപ്പൊ കണ്ടില്ലേ, കുഴപ്പമില്ല, കഴിക്കും. നാളെ പോണേ ഉണ്ടാക്കുന്നതാണോ? അല്ല, എന്നാലും കഴിക്കണ്ടേ. അതിങ്ങനെ മീറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു പുലാവാണ്. അപ്പം അതാണ് അവിടെ ചോസു ബസാറിൽ സംഭവം. അവിടെ ഉണ്ടാക്കലൊക്കെ ഇങ്ങനെ കാണാനൊക്കെ പറ്റും രാവിലെ നേരത്തെ. ഇപ്പോൾ ഒരു ഉച്ചയായതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല. അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം വേണമെങ്കിൽ കഴിക്കാം. ഇതുണ്ടോ ക്രിസ്മസ് ട്രീ, രസമില്ലേ, മഞ്ഞിൻ്റെ ഇടയിൽ ക്രിസ്മസ് ട്രീ. ഇനി അവിടെ പിള്ളേർ മഞ്ഞെറിഞ്ഞ് കളിക്കുന്നത് കണ്ടോ, രസം. മഞ്ഞ് മനുഷ്യനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്നോമേന്. ഇത് കാണിച്ചു തരാം. നമ്മളപ്പം ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഈ മഞ്ഞിൽ ആ പിള്ളേരുണ്ടാക്കണ പോലെ സ്നോമാനെ ഉണ്ടാക്കാം. നല്ല രസമുണ്ടാവും, സ്നോമേനോൻ. അപ്പോൾ നമ്മൾ താഴെ എത്തി. സൂക്ഷിച്ചിടണം. എന്തുകൂടെ മഞ്ഞോ. ഇവിടെ ഇങ്ങനെ നടന്ന് പോകുമ്പോ ഇതെന്ത് ക്യാബേജോ? ഇതെന്തത്? ഇത് കോളിഫ്ലവറാണോ ക്യാബേജ്? ഇത് കോളിഫ്ലവർ അല്ല, ഇതെന്തെന്ന് എനിക്കറിയില്ല. വൈലറ്റ് ക്യാബേജ് ആയിരിക്കും. അപ്പോൾ അതെന്തോ അങ്ങനത്തെ സാധനമാണ്. കണ്ടോ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ മുസ്ലിം സ്റ്റൈൽ ബിൽഡിങ്സാണ്, മുസ്ലിം കൺട്രീസിലെ പോലത്തെ. ഇത് മുസ്ലിം കൺട്രിയാണ്. കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ എന്തിനു പറയണേ, മിനാർ കാണിച്ചു. ഇപ്പൊ ഇങ്ങോട്ടേ പോണേന്നൊന്ന് പറയാമോ? പ്ലോവ് കഴിക്കാൻ പോവാണ് നമ്മള്. പ്ലോവില്
വ്ലോഗ് ഇഷ്ടപ്പെടുമായിരിക്കൂലേ നമുക്ക്? ഇഷ്ടപ്പെടാൻ കിട്ടുമോ ആദ്യം അവിടെ ചെന്ന് തോന്നുന്നു. എത്ര മണിയായി ഇപ്പോൾ? 12:07. ആൾക്കാരൊന്നും ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. അവിടെ ഫേമസ് അവിടെ കിടന്ന് കഴിച്ച്. ഓ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വേഗം പോകേണ്ടി വരും, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ കണ്ടിട്ടൊരു ടൂറിസ്റ്റുള്ള ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഓഫ് സീസണാ, അതായത് ഈ വിന്റർ സീസണിൽ പൊതുവെ ഇവിടെ ആരും അങ്ങനെ വരാറില്ല. അല്ലാത്ത ടൈമിലായിരിക്കും മിക്കവാറും വന്നെ, അതായത് സമ്മർ ടൈമിലൊക്കെ. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്കിങ്ങനെ ടൂറിസ്റ്റുകളെ അങ്ങനെയൊന്നും അധികം ഒന്നും കാണുന്നില്ല. കുറച്ച് കാം ആൻഡ് പീസ്ഫുള്ളാണ്. എനിക്കാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, ആ മഞ്ഞിലൊക്കെ ഒന്ന് വാരാനായിട്ട് വെറുതെ ആയിട്ടിരിക്കുക. ഇവിടെയൊക്കെ കണ്ടോ, ഓറഞ്ചൊക്കെ ഇലയോട് കൂടി തന്നെ ഇരിക്കുന്നുണ്ട്. ഓറഞ്ചൊക്കെ ഇലയോട് കൂടി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇതിപ്പോൾ നമ്മൾ ചോഴ്സ് ബസാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളിങ്ങനെ ഫുഡ് ഐറ്റംസാണ് കണ്ടോ, ഓരോരോ ഫുഡ് ഐറ്റംസ്. ഇവിടെ ബ്രെഡാണ് മെയിൻ സാധനം. പിന്നെ ഫ്രൂട്ട്സ്, മീറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഒരു വ്യത്യാസം നമ്മളവിടെ കിട്ടുന്ന പോലെ അല്ല, എല്ലാത്തിനും വേറൊരു നല്ല ഡാർക്ക് കളറ്. ഇവിടെ ഫുള്ളിങ്ങനെ ഈ ഇപ്പം നമ്മുടെ എത്തിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ തുണി, പുതപ്പ് സാധനങ്ങൾ, ബെഡ്ഷീറ്റ്, ജാക്കറ്റ്, കുറേ സാധനങ്ങളുണ്ടല്ലേ. ഇതൊക്കെ ചീപ്പായിരിക്കുമോ? ചീപ്പാണോന്നും അറിയില്ല. ഇവിടെ മറ്റേ പ്രെയർ ചെയ്യണ ഇതൊക്കെയുണ്ട്, പേരെനിക്കറിയില്ല. മുകളിൽ വെള്ളം വീഴത്തില്ല ഇങ്ങനെയൊക്കെ. ഇവിടെ വേറെ മറ്റേ ഷൂ ഉണ്ട്, വാട്ടർ പ്രൂഫ് ഷൂ ഉണ്ട്. ഇതൊന്നും മേടിച്ചാൽ വലിയ കാര്യമൊന്നുമില്ലെന്ന്. അതെ ഫുഡ് ഇത് അവിടെ പുക വരിക, പുകമയം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇത് നല്ല രസമുള്ള ജാക്കറ്റ്സ്. അവിടെ പുകഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഫുഡൊക്കെ ഉള്ളത്. ഇവിടെ മറ്റേ വൂളൻ തൊപ്പി, ഫോണൊക്കെ പുകച്ചിട്ടാന്നില്ല. നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അല്ല വേറെ എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ കയറിട്ട് പോകുന്ന സ്ഥലങ്ങൾക്ക് എനിക്കറിയില്ല. കുറേ കടകളുണ്ട്. ഒരു മാർക്കറ്റാണിത്. എന്തൊക്കെയോ ഉണ്ട്. നമ്മളിങ്ങനെ നടന്ന് പോവുക, ഒന്നും മേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് നടക്കുക. ഹലോ, നമ്മളിപ്പോൾ പ്ലോഗ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കുവാണ്. റെസ്റ്റോറൻറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ല രസമുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ കണ്ടു. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ഫുഡ് നോക്ക്, ഇതാണ് പ്ലോവ്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ബിരിയാണി പോലെ ഇരിക്കും. പിന്നെ ഇതൊക്കെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ബ്രെഡ്, എനിക്ക് തോന്നണ ഈ ബ്രെഡും ഈ ഫസ്റ്റത്തെ വന്ന ഈ വെജീസൊക്കെ ഫ്രീ ആണ്. മറ്റേ ഇതിന് മാത്രമാണ് റേറ്റ്, അതായത് 25,000 സോം. അത് എത്രയാണെന്ന് കൺവേർട്ട് ചെയ്ത് നോക്കണം. വലിയ പൈസയൊന്നുമില്ല. അത് നമുക്ക് കഴിക്കാം. ലെറ്റ്സ് ടേസ്റ്റ് ദിസ്. കുഴപ്പമില്ല. എന്തിനി പറയണേ, എന്ത് ടേസ്റ്റാന്ന് മനസ്സിലാണല്ലോ. ഒരു അധികം വേവാത്ത പോലത്തെ ഒരു ചോറും, വേവാത്ത മീൻസ് വേവാത്തയല്ല, കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ള ചോറും. എന്തോ ഒരു ടേസ്റ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. നിനക്കോ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, ഒരു പുതിയ ടേസ്റ്റ്, അതുകൊണ്ടുള്ള ഒരു ഇതാണ്. കുഴപ്പമൊന്നുമില്ല. ഗുഡ്, വെരി ഗുഡ് അല്ല. കഴിക്കുമാളൂ. ഒരു നാട്ടിൽ വന്നിട്ട് അവിടുത്തെ നാഷണൽ ഫുഡ് ബാക്കി വെക്കുന്ന മോശമാണ്. ഇത്തിരി ഉള്ളൂ, പക്ഷെ കുറേ തന്നിരുന്നു.
ദൂരെ ബാക്കി കുറേ അത് ഞാനാ പകുതി കഴിച്ചു. ടേസ്റ്റ് കഴിഞ്ഞിട്ടല്ല, വയറ് നിറഞ്ഞു. കാരണം ക്വാണ്ടിറ്റി കൂടുതൽ. ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഫുഡ് കുഴപ്പമില്ല, നല്ല സാധനമാണ്. വയറ് നിറഞ്ഞു. എനിക്കത് ഭയങ്കര ഹെവി ആയിരുന്നു, കുറേ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് നിനക്കങ്ങനെ തോന്നാതാ. ഞാൻ അത്രയും കഴിക്കാറില്ല, അതാണ്. ഞാനത് അത്രയൊന്നും കഴിക്കാറില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു, എന്നാലും ഞാൻ മാക്സിമം കഴിച്ചിട്ട് കുറച്ച് സൈഡിൽ ഇത്തിരി ബാക്കി വെച്ചുള്ളൂ. അപ്പം അതിനെല്ലാത്തിനും കൂടി 80,000 സോമായി. അതായത് ഇന്ത്യൻ റുപ്പി എത്രയാണ്? 530 രൂപയെ. അതായത് 2 പുലാവ് എന്നാട്ടോ അവർ പറഞ്ഞത്. പ്ലോവെന്ന് നമ്മൾ പക്ഷെ പറയണേന്നുള്ളൂ. അവർ പറഞ്ഞത് പുലാവെന്നാണ്. ആ പുലാവിന് 2 പുലാവും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ബ്രെഡ് ഉണ്ടായിരുന്നു. ആ ബ്രെഡ് ഒരു വിധത്തിലാണ് കഴിച്ചു തീർത്തേ. അതാണ് ഇവരുടെ മെയിൻ ഒതൻറ്റിക് സാധനം, ആ ബ്രെഡ്. പിന്നെന്താ പിന്നെ ചായ ഒരു മധുരമില്ലാത്ത ചായ ഉണ്ടായിരുന്നു. അത് ഈ തണുപ്പത്ത് കുടിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ പോണത് എങ്ങോട്ടാ? നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണത്? മദ്രസാസ് കാണാൻ പോവാ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ്. ബൈ.